ഖബറിലേക്ക് എടുത്തു കഴിഞ്ഞാൽ യാ ഖബ്റു ഹാദൽ ലൈഫു മാല ഉമ്മത്തിൻ ഫകബ്ബിർ വഹല്ലിൽ വഅൽഖി ലൈഫു ജാതിയാ. ആരോരുമില്ലാത്ത ഖബറോ, ചിതലുകളും പുഴുക്കളും മാത്രമുള്ള ഖബറോ, ഏകാന്തതയുടെ വീടായ, ഇരുട്ടിന്റെ വീടായ, പരിവരുത്ത മണൽത്തിട്ടകളെ മാത്രം തലയിണയായിട്ടുള്ള വീടായ ഖബറ്. ആ ഖബറിന്റെ അകത്തേക്ക് മനുഷ്യനെ വെച്ചു കഴിഞ്ഞാൽ, കുടുംബക്കാര് തിരിച്ചുപോയി കഴിഞ്ഞാൽ, മക്കള് തിരിച്ചുപോയി കഴിഞ്ഞാൽ, സുഹൃത്തുക്കൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ, അവിടെ നിന്നങ്ങോട്ട് അധികാരമില്ല, പണമില്ല, സ്വാധീനമില്ല, അനുയായികളില്ല, ഭാര്യയില്ല, മക്കളില്ല, ഉമ്മയില്ല, വാപ്പയില്ല, കുടുംബക്കാരില്ല, ആരാരുമില്ല, ഒറ്റക്കാണ്. അവിടെ ബാക്കിയാകുന്നത് മൂന്ന് കാര്യങ്ങളാണ്. എന്താണെന്നറിയുമോ? ഒന്നാമത്തത് അഅ്മാലുക സ്വാലിഹാത്ത്, നിന്റെ സൽക്കർമ്മങ്ങൾ മാത്രമാണ്. നിന്റെ സൽക്കർമ്മങ്ങൾ മാത്രമാണ് ഒന്നാമതായി ബാക്കിയാവുക. രണ്ടാമതായി സദഖത്തുൻ ജാരിയ, നീ എടുത്തു കൊടുത്ത പള്ളികൾ, നീ കുഴിച്ചു കൊടുത്ത കിണറുകൾ, നീ ഉണ്ടാക്കി കൊടുത്ത ജാരിയത്തായ സദഖ, ആളുകൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ പണം കൊണ്ടുള്ള സദഖ. ആ സദഖയിൽ നിന്ന് ആളുകൾ ഉപകാരമെടുക്കുമ്പോഴെല്ലാം നിന്റെ ഖബറിലേക്ക് കൂലി വന്നുകൊണ്ടിരിക്കും, നിന്റെ ഖബറിലേക്ക് പ്രതിഫലം വന്നുകൊണ്ടിരിക്കും. മൂന്നാമതായി ബാക്കിയാകുന്നത് ഔലാദുക സ്വാലിഹാത്ത്, ഔലാദുക സ്വാലിഹാത്ത്. 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും കൈയുയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മക്കളാണ്, സ്വന്തം മക്കളാണ്. 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും റബ്ബിനോട് പ്രിയപ്പെട്ട എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, പ്രിയപ്പെട്ട എന്റെ വാപ്പാക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാ, എന്റെ ഉപ്പാന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ എന്ന് 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കുന്ന മക്കളാണ്. 3 കാര്യങ്ങളല്ലാതെ മറ്റാരും തന്നെ ആ ഖബറിലേക്ക് നിന്നെ പിന്തുടർന്നു വരികയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിലേക്ക് നമ്മെ വെച്ചു കഴിഞ്ഞാൽ ആ ഖബറിനൊരു ഇടുക്കമുണ്ടെന്ന് പ്രവാചകൻ പറയുകയാണ്. വാരിയല്ലുകൾ തമ്മിൽ കോർത്തിണങ്ങുമാറ് എല്ലാ ഖബറുകളും എല്ലാ മനുഷ്യരെയും മുഅ്മിനാകട്ടെ കാഫിറാകട്ടെ ആരായാലും ആ ഖബർ ഇടുക്കി കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബറിന്റെ ഇടുക്കം കഴിഞ്ഞാൽ അതാ വരികയാണ് രണ്ട് മലക്കുകൾ. ആ മലക്കുകളെ കുറിച്ച് റസൂലുള്ള പറയുകയാണ്, അസ്വദാനിഹിമാ വഅർസഖാനിഹിമാ, കറുകറുത്ത 2 മലക്കുകളാണ്, നീലക്കണ്ണുള്ള 2 മലക്കുകളാണ്. അവരതാ നിന്റെ ഖബറിലേക്ക് വരികയാണ്. ഇടിമുഴക്കം പോലെയാണ് അവരുടെ സംസാരം. അവര് ചോദിക്കുകയാണ്, അവര് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആത്മാവ് തിരിച്ചു നൽകിക്കൊണ്ട് ഖബറാളി എഴുന്നേറ്റ് നിർത്തിക്കൊണ്ട് അവര് ചോദിക്കുകയാണ്, മൻ റബ്ബുക, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? മാ ദീനുക, ഏതാണ് നിന്റെ ദീന്? മാ ഇമാമുക, എന്താണ് നിന്റെ അവലംബം, എന്താണ് നിന്റെ ആദർശം, എന്താണ് നിന്റെ ആശയമെന്ന് ആ മലക്കുകൾ ചോദിക്കുകയാണ്. എന്നിട്ട് പ്രവാചകന്റെ രൂപം കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മൻ ഹാദല്ലദീ ബുഇസ ഫീകും, ഈ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോ വൃത്തികെട്ട മനുഷ്യന്മാർ, ജീവിതത്തെ പാപഭംഗിലമാക്കിയ തൗഹീദില്ലാത്ത ശിർക്കിലൂടെ ജീവിച്ച ആളുകൾ മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുകയാണ്, ഹാ ഹാ ലാ അദ്രി. ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ അടികിട്ടും എന്നാണ്, ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ ദണ്ഡ് കൊണ്ട് അടികിട്ടുമെന്നാണ്. ആ ദണ്ഡിനെ കുറിച്ച് പ്രവാചകൻ പറയുന്നു, ആ ദണ്ഡിനെ കൊണ്ടെങ്ങാനും ആ ദണ്ഡിനെ കൊണ്ടെങ്ങാനും ഒരു മലക്ക് മുകളിൽ അടിക്കുകയാണെങ്കിൽ യകൂനു തുറാബാ, ആ മാമല തകർന്ന് പൊടിയായി പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദണ്ഡ് കൊണ്ടതായി ഖബറാളി ഒന്നാമതായി അടിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, മാദീനുക, ഏതാണ് നിന്റെ ദീന്? അതിലും ഈ വൃത്തികെട്ട മനുഷ്യൻ മറുപടി പറയുകയാണ്, ഹാ ഹാ ലാ അദ്രി, എന്റെ നാശമേ, എന്റെ നാശമേ, എനിക്കൊന്നും അറിയില്ല. വീണ്ടും മടികൊള്ളുകയാണ്. വീണ്ടും ജീവൻ കൊടുത്തുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, മാ ഇമാമുക, ഏതാണ് നിന്റെ അവലംബത്തിന്റെ ഗ്രന്ഥം? വീണ്ടും ഈ മനുഷ്യൻ പറയുന്നു, ഹാ ഹാ ലാ അദ്രി, എന്റെ നാശമേ, എന്റെ നാശമേ, എനിക്കൊന്നും അറിയില്ല. അവിടെ വീണ്ടും മടികെട്ടുകയാണ്. നാലാമത്തെ ചോദ്യം, മൻ ഹാദല്ലദീ ബുഇസുകും ഫീ, നിങ്ങളിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ പ്രവാചകൻ, ഈ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുകയാണ്, ഹാ ഹാ ലാ അദ്രി, എന്റെ നാശമേ, എന്റെ നാശമേ, എനിക്കൊന്നും അറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ചോദ്യങ്ങൾ മുഴുവൻ രണ്ടാമതും ആവർത്തിക്കുന്നതാണ്. ഒന്നാമത്തെ ആവർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതും ഈ ചോദ്യങ്ങൾ മുഴുവൻ മലക്കുകൾ ആവർത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്നാൽ നല്ലവരായ മനുഷ്യർ, മുഅ്മിനീങ്ങളായ മനുഷ്യർ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ മലക്കുകൾ കടന്നു വന്നുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ രക്ഷിതാവ്? ഈ മുഅ്മിൻ മറുപടി പറയുകയാണ്, റബ്ബി അല്ലാഹ്, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവാണ് എന്റെ റബ്ബ്, അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ്. മാദീനുക, ഏതാണ് നിന്റെ മതം, എന്താണ് നീ അവലംബിച്ചത്? ദീനിയൽ ഇസ്ലാം, ഏതാണ് നിന്റെ അവലംബ ഗ്രന്ഥമെന്ന് ചോദിക്കുമ്പോ അൽ ഖുർആൻ, അലിംതു വസദഖതു, ഞാൻ ആ ഖുർആൻ പഠിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തു എന്ന് ഈ ഖബറാളി മറുപടി പറയുകയാണ്. ഒന്നാമത്തെ വട്ടം ചോദ്യം ചോദിച്ചു കഴിയുമ്പോ രണ്ടാമതും മലക്കുകൾ ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നാൽ ഈ രണ്ടാമത്തെ ചോദ്യം ശൗര്യത്തോടെയായിരിക്കും, രണ്ടാമത്തെ ചോദ്യം ദേഷ്യത്തോടെയായിരിക്കും, രണ്ടാമത്തെ ചോദ്യം ഗൗരവത്തോടെയായിരിക്കും. മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് പേടിപ്പിക്കുന്ന സ്വരത്തിൽ മലക്കുകൾ ചോദിക്കുമ്പോ തെല്ലും പേടിക്കാതെ, തെല്ലും ബേജാറാവാതെ ഈ മുഅ്മിനായ മനുഷ്യൻ ഖബറാളി പറയുകയാണ്, റബ്ബി അല്ലാഹ് വ അമാമി അൽ ഖുർആൻ വഹാദ അല്ലദീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മറുപടി കഴിയുന്ന സമയത്ത് അല്ലാഹ് പറയുകയാണ്, പരിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ പറയുന്നു, യുസബ്ബിതുല്ലാഹുൽ ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. തൗഹീദിന് വേണ്ടി നിലകൊണ്ട ആളുകൾ, തൗഹീദിന് വേണ്ടി ഏറുകൊണ്ട ആളുകൾ, തൗഹീദിന് വേണ്ടി പരിഹാസമേറ്റെടുത്ത ആളുകൾ, തൗഹീദിന് വേണ്ടി നെറ്റിത്തടത്തിലെ വിയർപ്പുണങ്ങാതെ അഹോരാത്രം പരിശ്രമിച്ച ആളുകൾ, അവര് മരിച്ചു കഴിഞ്ഞാലും ഖബറിടങ്ങളിലും നാളെ മഹ്ശറയിലും പരലോകത്തും അല്ലാഹുവാത്ത കലിമത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്, ആ തൗഹീദിൽ അവരെ ഉറപ്പിച്ചു നിർത്തുന്നതാണെന്ന് പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അങ്ങനെ ഈ ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞാൽ വൃത്തികെട്ട മനുഷ്യരോട് മലക്കുകൾ പറയുകയാണ്, നീ നിന്റെ ഇടത് ഭാഗത്തേക്കൊന്ന് നോക്കിക്കോ, നീ നിന്റെ ഇടത് ഭാഗത്തേക്കൊന്ന് നോക്കിക്കോ എന്ന് പറയുമ്പോ ഈ മനുഷ്യന്റെ മുന്നിലേക്ക് നരകത്തിന്റെ വാതിലതാ തുറന്നു കൊടുക്കപ്പെടുകയാൽ ആ നരകത്തിനകത്തുള്ള ശിക്ഷകൾ ഈ മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുകയാൽ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഈ മനുഷ്യനോട് മലക്കുകൾ പറയുകയാണ്, ഹാദൽ മസീർ, ഇതാണ് നിനക്ക് തിരിച്ചു പോകാനുള്ള സമയം, ഇതാണ് നിനക്ക് മടങ്ങിപ്പോകാനുള്ള സ്ഥലം എന്ന് മലക്കുകൾ പറയുമ്പോ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാണ്, കാരുണ്യവാനായ നാഥാ, കാരുണ്യവാനായ അല്ലാഹ്, ഖിയാമത്ത് നാളിന് നീ ഒരിക്കലും സംഭവിപ്പിക്കരുതേ, ഈ ഖബറിന്റെ അകത്തുള്ള അദാബ് സഹിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞുകൊള്ളാം. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എന്റെ ഈ ജീവിതത്തിന് വേണ്ടി ഞാനൊന്നും തന്നെ മാറ്റി വെച്ചിട്ടില്ലല്ലോ, എന്റെ ഈ ജീവിതത്തിന് വേണ്ടി ഞാനൊന്നും തന്നെ കരുതി വെച്ചിട്ടില്ലല്ലോ, എന്റെ നാശമേ, യാ ലൈതനി കുന്തു തുറാബാ, ഒരു പിടി മണ്ണായി ഞാൻ മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നാഥാ എന്നാ മനുഷ്യൻ മറുപടി പറയുകയാണ്. മലക്കുകൾ തിരിച്ചു പോകുമ്പോ ആ ഖബർ മുഴുവൻ ദുർഗന്ധം കൊണ്ട് നിറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ ദുർഗന്ധം വരുന്ന സ്രോതസ്സിലേക്ക് മനുഷ്യൻ നോക്കുമ്പോ പിശാചിന്റെ രൂപമുള്ള, പിശാചിന്റെ മുഖമുള്ള ഒരു മനുഷ്യനതാ കടന്നു വരികയാണ്. വൃത്തികെട്ട മുഖഭാവമുള്ള, വൃത്തികെട്ട ശരീരമുള്ള, നാറിപ്പൊട്ടുന്ന ദുർഗന്ധമുള്ള ഒരു മനുഷ്യൻ അങ്ങോട്ട് കടന്നു വരികയാണ്. പേടിച്ചു വിറച്ചുകൊണ്ട് ഈ ഖബറാളി ചോദിക്കുകയാണ്, മന്നൻ, ആരാണ് നീ, ആരാണ് നീ, എന്തിനാണ് എന്റെ ഖബറിലേക്ക് നീ വന്നത്? ഈ കടന്നു വന്ന ആഗതൻ പറയുകയാണ്, അഅ്മാലുക സ്വാലിഹാത്ത്, ഞാൻ നിന്റെ വ്യഭിചാരമാണ്, ഞാൻ നിന്റെ നമസ്കാരം ഒഴിവാക്കലുകളാണ്, ഞാൻ നിന്റെ ബിദ്അത്താണ്, നിന്റെ ശിർക്കാണ്, നിന്റെ അഹങ്കാരമാണ്, നിന്റെ ചതിയാണ്, നിന്റെ വഞ്ചനയാണ്. അഅ്മാലുക സ്വാലിഹാത്ത്, ഞാൻ നിന്റെ വൃത്തികെട്ട കർമ്മങ്ങളാണ്. അവിടെ വെച്ച് ഈ മനുഷ്യൻ വീണ്ടും പറയുകയാണ്, യാ ലൈതനി കുന്തു തുറാബാ, നാഥാ, ഞാനൊരു പിടി മണ്ണായി മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ഖബറിൽ കിടന്നുകൊണ്ട് ഈ മനുഷ്യൻ ഖിയാമത്ത് നാൾ വരെ അദാബ് അനുഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖബറിൽ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടണേ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ
ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. തഹിയാത്തുൽ അവസാനത്തിലെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന എപ്പോഴും ഉരുവിടണമെന്ന് പ്രവാചകൻ പറഞ്ഞു തന്നതുകൊണ്ടാണ്. ഖബറിൽ ഭയാനകമായ ശിക്ഷയുണ്ട്, ഭയാനകമായ അദാബുണ്ട്. എന്നാൽ കേൾക്കണോ സഹോദരങ്ങളെ, നല്ല മനുഷ്യർ, തൗഹീദുള്ള മനുഷ്യർ, ബിദ്അത്തിൽ നിന്ന് സ്വന്തത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യർ, അവര് ഖബറിൽ കിടക്കുന്ന സമയത്ത് മലക്കുകൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഖബറതാ വിശാലമാകുകയാണ്. കണ്ണെത്താ ദൂരത്തോളം ആ ഖബറിന്റെ രണ്ട് ഭിത്തികൾ അകന്നു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ ഖബറിൽ പ്രകാശം കൊണ്ട് നിറയുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പെട്ടെന്ന് ആ ഖബറിൽ എന്തെന്നില്ലാത്ത സുഗന്ധം വരികയാണ്, എന്തെന്നില്ലാത്ത സുഗന്ധം. ആ സുഗന്ധം വരുന്ന സ്രോതസ്സിലേക്ക് ഈ മനുഷ്യൻ നോക്കുന്ന സമയത്ത്, ഖബറാളി നോക്കുന്ന സമയത്ത് അതാ ഒരു മാന്യനായ മനുഷ്യൻ കടന്നു വരികയാണ്. മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച മാന്യനായ ഒരു മനുഷ്യൻ ആ ഖബറിലേക്ക് കടന്നു വരുന്നു. ഖബറാളി ചോദിക്കും, ആരാണ് നീ, എന്തിനാണ് നീ എന്റെ ഖബറിലേക്ക് വന്നത്? ആ മനുഷ്യൻ മറുപടി പറയുകയാണ്, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്, ഞാൻ നിന്റെ നമസ്കാരമാണ്, നിന്റെ വ്രതാനുഷ്ഠാനമാണ്, നിന്റെ സത്യസന്ധതയാണ്, നിന്റെ അദ്കാറുകളാണ്, നിന്റെ ഖുർആൻ പാരായണങ്ങളാണ്. നിന്നതുപോലെ നീ ഉറങ്ങിക്കൊള്ളുക. നിന്നാരും തന്നെ ശല്യം ചെയ്യാൻ വരില്ല, നിന്നാരും തന്നെ ഉപദ്രവിക്കാൻ വരില്ല. സ്വർഗത്തിലേക്ക് തുറന്നിടപ്പെട്ട ഈ വാതിലിന്റെ അകത്തുകൂടി വരുന്ന കുളിർക്കാറ്റ് അനുഭവിച്ചുകൊണ്ട് നീ ഉറങ്ങിക്കൊള്ളുക. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഓതുന്നത് വരെ നീ ഉറങ്ങിക്കൊള്ളുക എന്ന് ഈ മനുഷ്യനോട് ഈ മനുഷ്യനാഗതൻ പറയുകയാണ്. അങ്ങനെ ആ ഖബറാളി കിടന്നുറങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഏതുവരെ? ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ.